നമ്മുടെ സമൂഹത്തിലൊക്കെ വളരെ മാന്യന്മാരായിട്ട് നടക്കുന്ന, പ്രത്യേകിച്ച് പുരുഷന്മാർ, വലിയ മാന്യന്മാരായിട്ട് നടക്കുന്ന ചില പുരുഷന്മാരെങ്കിലും വീട്ടിൽ നേരെ വിപരീത സ്വഭാവമുള്ള ആൾക്കാരാണ്. അവർ പൊതുസമൂഹത്തിലൊക്കെ വലിയ മാന്യതയൊക്കെ കാണിക്കുക, ഭയങ്കര പൊങ്ങച്ചമൊക്കെ കാണിക്കുക, വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുക, പറ്റുമെങ്കിൽ ആത്മീയ രംഗത്തൊക്കെ വലിയ പ്രസംഗങ്ങൾ പോലും നടത്തുക, വലിയ പഠനമൊക്കെ നടത്തുക, വലിയ ഡിഗ്രികളൊക്കെ സമ്പാദിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അവരെ പുറത്ത് കണ്ടു കഴിഞ്ഞാൽ എന്തൊരു വലിയ മനുഷ്യരാണ്, ഇവരൊക്കെയാണല്ലോ ലോകത്തിലെ വലിയ മിടുക്കരെന്നൊക്കെ തോന്നും. പക്ഷേ തട്ടിപ്പുകാരാണ് അവർ. ഭവന അന്തരീക്ഷത്തിൽ ഭാര്യയും മക്കളുമൊക്കെ പലതരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്നവരാണ്. യാതൊരു സ്നേഹവും മറ്റുള്ളവരോടില്ല, ഒരു എമ്പതിയും മറ്റുള്ളവരോടില്ല. സ്വന്തമായി വളരണം, പേരെടുക്കണം എന്നൊഴിച്ചാൽ വേറെ യാതൊരു കാര്യങ്ങളുമില്ല. അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. വിവാഹമൊക്കെ ആലോചിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യരെ നമുക്ക് മനസ്സിലാകത്തില്ല. കാരണം ഇവർ ആദ്യകാലത്തൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടായിരിക്കും നമ്മളോട് ഇടപെടുന്നത്. അതിലൊക്കെ നമ്മൾ വീണു പോവുകയും അത്തരം ബന്ധങ്ങളിലൊക്കെ വീഴുകയും പിന്നീടാണ് മനസ്സിലാകുന്നത് ഒരിക്കലും കയറി വരാൻ പറ്റാത്തൊരു കയത്തിലാണ് നമ്മൾ വീണുപോയത്. അത്തരം ചില മനുഷ്യരെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. വലിയ പ്രതീക്ഷകളോടാണ് നമ്മൾ പല ബന്ധങ്ങളും ആരംഭിക്കുന്നത്. പക്ഷേ പലപ്പോഴും നമുക്ക് മനുഷ്യരെ മനസ്സിലാക്കാനോ മനുഷ്യനെ കൃത്യമായി അടയാളപ്പെടുത്താനോ കഴിയാത്തതിൻ്റെ പേരിൽ പിന്നീട് വലിയ ദുഃഖങ്ങളുണ്ടായ ഒരുപാട് ബന്ധങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഈ വിവാഹബന്ധം തന്നെ. പലപ്പോഴും നല്ല വിവാഹബന്ധം എന്നൊക്കെ പറഞ്ഞ് നമ്മളെടുക്കുന്ന പല ആൾക്കാരും നമ്മുടെ ജീവിതത്തിന് തീരെ ചേരാത്തവരായി മാറുകയും അതിൻ്റെ ദുരന്തം ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ട വരികയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കൊരുപാട് നമ്മുടെ മുമ്പിലുണ്ട്. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും സഹിച്ച് ജീവിക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ട് തന്നെ പലരും അത് പൊട്ടിച്ചുകൊണ്ട് പുറത്ത് പോകുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ഒരു കാലം വരെ, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലെ ഒരു മുതിർന്ന ഒരു 50 വയസ്സിന് ശേഷമുള്ളവരെയൊക്കെ എടുത്താൽ പലരും ഇതൊക്കെ സഹിച്ച് ജീവിക്കുന്നവരാണ്. ഇതിൽ ഒരു പ്രധാനപ്പെട്ടൊരു കൂട്ടരാണ് ഈ അമിതമായ ഗ്രാൻഡ്യോസിറ്റി അല്ലെങ്കിൽ പൊങ്ങച്ചമുള്ള ആൾക്കാർ. വളരെ സൂക്ഷിക്കേണ്ട ആൾക്കാരാണ് ഇവർ. ആദ്യകാലത്തൊക്കെ വലിയ ലാവിഷായിട്ട് ഭയങ്കര ഒരു എക്സ്ട്രാവഗൻസ് ഒക്കെ കാണിച്ച് ഭയങ്കരമായിട്ട് ആൾക്കാരെ സൂചിപ്പിച്ച് സന്തോഷിപ്പിച്ചൊക്കെ കാണിക്കും. ഇതിൽ പലരും അകൃഷ്ടരായി വീണു പോവുകയും ഇത്തരം ആൾക്കാർ അവർക്ക് ആ വ്യക്തികളുടെ ആവശ്യം കഴിഞ്ഞാൽ അവരെ വളരെ തുച്ഛമായിട്ടെടുത്ത് വെളിയിൽ കളയുന്ന ആൾക്കാരാണ്. പലപ്പോഴും ഇങ്ങനെ ഗ്രാൻഡിയോസിറ്റി ഉള്ള ആൾക്കാർക്ക് അവരോട് മാത്രമായിരിക്കും സ്നേഹം. അവരൊരു സെൽഫ് സെൻറ്റേർഡ് പീപ്പിളാണ്. അവർക്ക് വേറെ ആരോടും യാതൊരു കൺസിഡറേഷനും കാണത്തില്ല. അവർ ഭയങ്കര പൊങ്ങച്ചമൊക്കെ കാണിക്കുന്നത് അവരുടെ ഇമേജ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ്. അവർ വലിയ ആളാണ്, അവർ ഭയങ്കര സൂപ്പർ സ്റ്റാറാണ്, അവർക്ക് ഭയങ്കര കഴിവുകളാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി അവരിങ്ങനെ ഒരുപാട് പൊങ്ങച്ചങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പൊതുവേ നല്ല നട്ടലുള്ള, അഭിപ്രായമുള്ള, നല്ല വ്യക്തിത്വമുള്ള ആൾക്കാരെയൊക്കെ അവർക്ക് ഭയങ്കര പുച്ഛമായിരിക്കും. അങ്ങനെയുള്ളവരെക്കുറിച്ച് അവർ എന്തെങ്കിലും കഥകളൊക്കെ ഉണ്ടാക്കും. അങ്ങനെയുള്ളവരെ തേജോധം ചെയ്യാനൊക്കെ അവർ പരമാവധി ശ്രമിക്കും. അതൊക്കെ അവരുടെ ഒരു പ്രശ്നമാണ്. ഇത് നിർഭാഗ്യവശാൽ ഭാര്യയായി പോയെങ്കിലോ ഭർത്താവായി പോയെങ്കിലോ വലിയ അപകടകരമായ അവസ്ഥയാണ്. കൂടുതലും ഇത് പുരുഷന്മാരിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ആ ആളുടെ ഭാര്യയായിട്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാർ വളരെ കഷ്ടമാണ്. കാരണം അവരോട് ഭയങ്കര കോംപ്ലക്സോടുകൂടി ഇടപെടുക, ഈഗോയോടുകൂടി ഇടപെടുക, അസൂയയോടുകൂടി ഇടപെടുക, മത്സരബുദ്ധിയോടുകൂടി ഇടപെടുക. ഇനി മദ്യപാനിയും കൂടെ ആണെങ്കിൽ പറയുകയും വേണ്ട. ഇവരെല്ലാവർക്കും മദ്യമൊക്കെ വാങ്ങിച്ചു കൊടുക്കും. ആർക്കാണ് ഈ മദ്യം വാങ്ങിച്ചു കൊടുക്കുന്നത് പറഞ്ഞാൽ ഈ സ്തുതി പാടുന്ന ആൾക്കാരാണ്. ഇവർ ഭയങ്കരമാണ്, ഇവർ സംഭവമാണെന്നൊക്കെ പറയുന്ന ആൾക്കാരെ ഇവർ ഭയങ്കരമായിട്ട് സൂചിപ്പിച്ച് ഇങ്ങനെ കൂടെ നിർത്തി. ഇങ്ങനെയുള്ള കുറേ കിഴങ്ങന്മാരായിട്ടുള്ള ഈ കൂട്ടുകാരെ ആയിരിക്കും ഇവർ നിലനിർത്തുന്നത്. നേരെ മറിച്ച് അവരെ ഒന്ന് വിമർശിക്കുകയോ അവർ ചെയ്യുന്നത് തെറ്റാണെന്നോ പറയുന്ന ആൾക്കാരുമായിട്ട് അവർ അന്നേരം തന്നെ ബന്ധം അവസാനിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് അവരുടെ സുഹൃത്തുക്കളെന്നൊക്കെ പറയുന്ന അവരെ മാത്രം ഇങ്ങനെ സന്തോഷിപ്പിച്ച് നിർത്തുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെയുള്ള കുറച്ച് പേരുമായിട്ടായിരിക്കും അവരുടെ സഹവാസം. വീട്ടിലുള്ളവരാണ് പലപ്പോഴും ഇത്തരം വ്യക്തിത്വങ്ങൾ കാരണം ദുഃഖിക്കേണ്ടി വരുന്നത്. പ്രത്യേകിച്ച് ഭാര്യയും മക്കളുമൊക്കെ. മക്കൾക്കൊന്നും ഒരു ആൽമരം പോലെ ഇവരങ്ങ് ഞെളിഞ്ഞ് നിൽക്കുകയാണ്. ഇതിൻ്റെ താഴെ ഒന്നും വളരില്ല. മക്കൾക്കൊന്നും തങ്ങളുടെ വ്യക്തിത്വം അംഗീകരിക്കപ്പെടാനോ ഒന്നുമുള്ള സ്പേസ് അവിടെ കാണത്തില്ല. വലിയൊരു ഇൻസെക്യൂരിറ്റിയിലായിരിക്കും ഇത്തരം ആൾക്കാരുടെ മക്കളൊക്കെ വളർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. ഇത് ഇങ്ങനെയുള്ളവർ വളർത്തുന്ന മക്കളിലും ഇതേ ഡിസോർഡർ അല്ലെ വേറൊരു തരത്തിലുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അവർ വളരെ ഇൻസെക്യൂർഡായിരിക്കും. കാരണം ഇവരെ ഏത് രീതിയിലും അവരുടെ കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചെടുക്കാനായിട്ട് എന്തും ചെയ്തു കളയും. അതിനുവേണ്ടി ഭയങ്കരമായി ബഹളം ഉണ്ടാക്കുക, ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാക്കുക ഒക്കെ ചെയ്യാൻ അവർക്കൊരു മടിയില്ല. കള്ളം പറയാനൊരു മടിയില്ല. പുറത്തൊക്കെ ചിലപ്പോൾ വലിയ പ്രസംഗമൊക്കെ നടത്തുന്ന ആൾക്കാരുണ്ട്. ഇത്തരം ആൾക്കാരുടെ ഇടയിലൊക്കെ വലിയ പ്രസംഗം, വലിയ ആത്മീയതയൊക്കെ കാണിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ പുറമേ കാണിക്കുന്നതാണ്. ഇവർക്ക് യാതൊരു വിശ്വാസമോ ഇവർക്ക് യാതൊരു ദൈവസ്നേഹമോ ഒന്നും ഉണ്ടായിരിക്കില്ല. ഇതെല്ലാം ഒരു പുകമറയാണ്.
ഷോയാണ്. ഇതൊക്കെ കാണിച്ച് ഇവർ ആൾക്കാരുടെ ഇടയിലൊക്കെ വലിയ ആളാണെന്ന് സ്ഥാപിക്കുക. ഇവരെക്കുറിച്ച് ഇവരുടെ വീട്ടിലുള്ളവർ ഇവരിങ്ങനെയാണെന്നെങ്ങാനും പുറത്ത് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്ത് പോലുമില്ല. അത്ര കണ്ടൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് നിൽക്കാനൊക്കെ അവർ തയ്യാറാണ്. പലപ്പോഴും ഇങ്ങനെയുള്ളവർ വലിയ ദാനശീലരായിരിക്കും പുറത്ത്. കാരണം പൈസയൊക്കെ എടുത്ത് ലാവിഷായിട്ട് എറിയും. കാരണം എന്നാണെന്ന് വെച്ചാൽ ഒരു അതും ഒരു ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു കാര്യമാണ്. പക്ഷേ ഇവർക്ക് യാതൊരു ഉത്തരവാദിത്വ ബോധവും ഉണ്ടായിരിക്കത്തില്ല. കാരണം അതുകൊണ്ടാണ് ദാനശീലമൊക്കെ കൂടുന്നത്. കാരണം വീട്ടിലുള്ളവരുടെയും കൂടെ കഴിക്കാനുള്ളതും അവരുടെ ജീവിതത്തിനുള്ളതും കൂടെ ആയിരിക്കും ഇവരെടുത്ത് ഇവരുടെ ഇമേജിന് വേണ്ടി വലിച്ചെറിയുന്നത്. അപ്പോൾ വലിയൊരു ഇമേജൊക്കെ ഇവർ കാണിച്ച് നടക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികൾ പലപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള ആളാണ് നമ്മുടെ ജീവിതത്തിൽ പങ്കാളിയായിട്ടൊക്കെ വരുന്നെങ്കിൽ വലിയ അപകടകരമാണ്. ഇവരൊരിക്കലും ഒരു കൗൺസിലിങ്ങിന് പോവുകയോ വേറൊരാളുടെ ഒരു ഉപദേശം സ്വീകരിക്കുകയോ ഒന്ന് കറക്റ്റ് ചെയ്യപ്പെടാൻ തയ്യാറാവുകയൊന്നും ചെയ്യാറില്ല. അപൂർവം കേസുകളിലാണ് ഇങ്ങനെയുള്ളവർ ഒന്ന് മാറാൻ സാധ്യതയുള്ളത്. കാരണം ഇത് വലിയ സംഭവമാണെന്ന് കരുതി തന്നെ ജീവിക്കുന്നവരാണ്. കൂടെ താമസിക്കുന്ന ആൾക്കാർ രോഗികളായി തീരാനുള്ള വലിയ സാധ്യതയുണ്ട്. ഇവർക്ക് അവർ ഒരു എമ്പതിയും കാണത്തില്ല. അവരുടെ വിഷമങ്ങളോ അവരുടെ പ്രയാസങ്ങളോ അവരുടെ വേദനകളിലോ ഒന്നും അവർ കൂടെ കാണത്തില്ല. അതൊന്നും അവർക്കൊരു വിഷയവുമല്ല. മക്കളെന്നൊക്കെ പറയുന്നത് വെറും യാന്ത്രികമായ ചില ബന്ധങ്ങൾ മാത്രമായിരിക്കും. അവർക്ക് അങ്ങനെയുള്ളവരോടൊന്നും ഒരു സ്നേഹവും കാണില്ല. ഇവർ ചിലപ്പോൾ ജിമ്മിലൊക്കെ പോയി ഭയങ്കര ആരോഗ്യമൊക്കെ സംരക്ഷിക്കുന്നവരായിരിക്കും. ഇവർ പുറത്ത് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം വളരെ വലിയ വലിയ പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ച് വായിക്കുന്നവരായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഒന്നും ഗുണം അവരുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റിയിൽ കാണില്ല. ചിലരൊക്കെ വലിയ വിദ്യാഭ്യാസങ്ങൾ നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവർ വയസ്സാം കാലത്ത് പോലും വലിയ ഡിഗ്രികളൊക്കെ എടുക്കുന്നവരായിരിക്കും. പക്ഷേ ഈ പഠിച്ചതിൻ്റെ ഒന്നും യാതൊരു ക്വാളിറ്റി അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ കാണത്തില്ല. വിദ്യാഭ്യാസവും കൂടെ കുറവാണെങ്കിൽ പറയുകയും വേണ്ട. അവർ വളരെ മോശപ്പെട്ട രീതിയിലായിരിക്കും, വളരെ കോംപ്ലക്സോടുകൂടിയായിരിക്കും അവരുടെ പങ്കാളികളോടൊക്കെ ഇടപെടുന്നത്. അതുകൊണ്ട് ഇത്തരം ആൾക്കാരെ വളരെ സൂക്ഷിക്കുക. ഇതൊരു പേഴ്സണാലിറ്റി വൈകല്യമാണ്. അത്തരം ആൾക്കാർ ഇവരെ കൈകാര്യം ചെയ്യാനുള്ളൊരു മാർഗവും കൂടെ പറഞ്ഞ് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. ഇത്തരം ആൾക്കാരെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ വ്യക്തമായിട്ട് തന്നെ അവരുടെ കൂടെ അവരുടെ ലിമിറ്റ്സും അവരുടെ ബൗണ്ടറീസും സെറ്റ് ചെയ്യണം. ഒരു കോംപ്രമൈസും ചെയ്യരുത്. നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യവും നിങ്ങളുടെ ഒരു പേഴ്സണൽ സ്പേസും ആക്രമിക്കാനും നിങ്ങളെ നശിപ്പിക്കാനും നിങ്ങളെ ചീത്തയാക്കാനും അവർ തയ്യാറാകുന്നുണ്ടെങ്കിൽ അവരെ എക്സ്പോസ് ചെയ്യപ്പെടുമെന്ന് വളരെ ക്ലിയറായിട്ട് അവരോട് പറയുകയും 10 പേരോട് ഇത് പറയേണ്ട വന്നാൽ പറയുകയും ചെയ്താൽ അതാണ് ഇവരെ കൺട്രോൾ ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം. അതുപോലെ തന്നെ വളരെ കൃത്യമാണ് നമുക്ക് നോ പറയേണ്ടിടത്ത് സ്ട്രോങ് ആയിട്ട് നോ പറയണം. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യങ്ങളും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കരുത്. ഒരു കാരണവശാലും അവർ പ്രചരിപ്പിക്കുന്ന ഒരു തന്ത്രത്തിനകത്ത് വീണുപോകാൻ നിങ്ങൾ ഇടയാക്കരുത്. വളരെ അസേർട്ടീവായി നോ പറയേണ്ടിടത്ത് നോ പറയാനും നമ്മുടെ ബൗണ്ടറീസ് നമ്മൾ സെറ്റ് ചെയ്യാനും നമ്മുടെ പേഴ്സണൽ സ്പേസ് നമ്മൾ എടുക്കാനും ഒക്കെ തയ്യാറായാൽ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഇവരുടെ വീട്ടിൽ വളരുന്ന ഒരു കുട്ടിയെങ്കിലും ഇതേ സ്വഭാവത്തിൽ തിരിച്ചടിക്കുകയും ആ സമയത്ത് ഇവർ പ്രതിരോധത്തിലാകുകയും ചെയ്യാറുണ്ട്. പലപ്പോഴും പേടിച്ചു പോകും. കാരണം ഇതേ രീതിയിൽ ഒരാൾ വീട്ടിൽ നിന്ന് തന്നെ ഉയർന്നു വരുമ്പോൾ പലപ്പോഴും പേടിച്ചു പോയിട്ടുള്ള പല പേരൻസും ഉണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. എന്തായാലും ഇത്തരം ആൾക്കാരെ ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ താലോലിച്ച് ഇവരെ വലിയ അപകടകാരികളാക്കി മാറ്റാൻ ഒരിക്കലും ശ്രമിക്കരുത്. ഇത്തരം ആൾക്കാർ ഒരിക്കലും പ്രായം കൊണ്ട് നന്നാവുമെന്നോ അല്ലെങ്കിൽ കാലം കൊണ്ട് നന്നാവുമെന്നോ ആരും പ്രതീക്ഷിക്കരുത്. ഒന്നുകിൽ അവരെ നമ്മുടെ പേഴ്സണൽ സ്പേസിൽ കയറി നമ്മളെ നശിപ്പിക്കാൻ ഒരിക്കലും അവസരം കൊടുക്കാതിരിക്കുക. ഇവർ മറ്റുള്ളവരെയൊക്കെ ആക്ഷേപിക്കുമ്പോൾ അതിനെതിരെയൊക്കെ ശക്തമായിട്ട് സംസാരിക്കുക. അങ്ങനെ ഒരു തരത്തിൽ അവരുടെ ഇംഗിതത്തിന് നമ്മൾ വളരാൻ വശംവദരാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇങ്ങനെയുള്ളവരെ സൂചിപ്പിക്കാതിരിക്കുക. ഇങ്ങനെയുള്ളവർക്കൊരു സ്തുതിപാഠക ബന്ധം ചുറ്റുപാടുമുണ്ട്. അത് വളരെ തെറ്റായ ഒരു കാര്യമാണ് അവരൊക്കെ ചെയ്യുന്നത്. അവർ തെറ്റാണ് ചെയ്യുന്നതെന്ന് കണ്ടാൽ തീർച്ചയായിട്ടും അവരുടെ മുഖത്ത് നോക്കി തെറ്റാണെന്ന് പറയുക. അതിൻ്റെ സൗഹൃദം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് വിചാരിക്കുക. അങ്ങനെ ഇത്തരം ആൾക്കാരിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും. ചിലരെങ്കിലും കാര്യങ്ങൾ പന്തിയല്ല എന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ പങ്കാളി വളരെ സ്ട്രോങ് ആണ്, മക്കൾ വളരെ സ്ട്രോങ് ആണെന്ന് കാണുമ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റിനോ അല്ലെങ്കിൽ ഒരു മാറ്റത്തിനോ ഒക്കെ തയ്യാറാകാറുണ്ട്, വിധേയരാകാറുണ്ട്. തീർച്ചയായിട്ടും ഇത് താലോലിച്ച് വലിയ ക്രിമിനലുകളെ സൃഷ്ടിക്കരുതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ചുറ്റും ഒരുപാട് പേരുണ്ട്. ഞാൻ ഈ ഒരു രംഗത്ത് പ്രവർത്തിക്കുന്നതുകൊണ്ട് പലപ്പോഴും അതിശയത്തോടു കൂടിയാണ് പലരെയും പറ്റി ഞാൻ അറിയുന്നത്. കാരണം
ഈ സമൂഹത്തിൽ അവർ കാണിക്കുന്ന ഇമേജ് അല്ല അവരുടെ വീട്ടിൽ അവർ കാണിക്കുന്നത്. വളരെ അപകടകാരികളായ മനുഷ്യരാണ് ഇവർ. ഇത്തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ കുഞ്ഞുങ്ങളിലും ഉണ്ടായി വരുന്നുണ്ടെങ്കിൽ അതൊക്കെ തുടക്കത്തിലേ മുനയൊടിച്ച് ഷേപ്പ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വളർത്തിക്കൊണ്ട് വരിക. ഇല്ലെങ്കിൽ അവരുടെ പങ്കാളികളെ, അവരുടെ കുടുംബത്തെയും അവർ ചെല്ലുന്ന സ്ഥലത്തുമൊക്കെ അവർ ദുരന്തമായി മാറും. തീർച്ചയായിട്ടും അങ്ങനത്തെ കുഞ്ഞുങ്ങളെയൊക്കെ ചെറിയ പ്രായത്തിലേ മനസ്സിലാക്കിക്കോണം. ഈ സെൻറ്റേർഡായിട്ടുള്ള ഭയങ്കരമായ സ്വാർത്ഥത മാത്രമുള്ള അവനവൻ്റെ സുഖത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു കുട്ടികൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പോലും അത് രൂപപ്പെടുത്തിയെടുക്കാൻ വളരെ നേരത്തെ തന്നെ ശ്രമിച്ചോളുക. അല്ലാതെ ഒരു സാമൂഹിക ദുരന്തമായി നമ്മുടെ വീട്ടിൽ നിന്നൊരു വിത്തിനെ സമൂഹത്തിന് വിടരുതേ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും സന്തോഷം അറിയിക്കുന്നു, നല്ല ജീവിതം ആശംസിക്കുന്നു. ഒരു കാര്യം പ്രത്യേകം പറയുകയാണ്, ഏപ്രിൽ 12-ാം തീയതി പേരൻസിന് വേണ്ടി ഒരു സെമിനാർ ഒരുക്കുന്നുണ്ട്. ഒരു ചെറിയ ഒരു പാരൻറ്റിങ് ടോക്കാണ്. യങ് പേരൻസിന് പ്രത്യേകമായിട്ട് ഉപകാരപ്പെടുന്ന ഒരു ടോക്കാണ്. ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ളവർക്കൊക്കെ അതിനകത്ത് ജോയിൻ ചെയ്യാം. 50 പേർക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാൻ അവസരമുള്ളൂ. ഇതിൻ്റെ താഴെ ലിങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണും. ഏപ്രിൽ 12-ാം തീയതി വൈകുന്നേരമാണ് ആ പ്രോഗ്രാം വരുന്നത്. അതുപോലെ തന്നെ 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കും പേരൻസിനും പ്രയോജനപ്പെടുന്ന രീതിയിൽ ഒരു കരിയർ സെമിനാറും ഒരു വെബിനാറായിട്ട് അന്നേ ദിവസം തന്നെ 6 മണിക്ക് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ചേരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ നേരത്തെ തന്നെ ഇതിൻ്റെ ലിങ്കിൽ പോയി ഇത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ കമ്മ്യൂണിറ്റി സന്തോഷകരമായിട്ട് ഈ ചർച്ചകളിലൊക്കെ ഇടപെടുന്ന ഓർത്തിട്ട് ഒത്തിരി സന്തോഷമുണ്ട്. ഇത് കൂടുതൽ വളർന്നു വരാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒക്കെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ പ്രവർത്തനത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. എല്ലാവർക്കും വീണ്ടും സന്തോഷം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.